ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മളൊക്കെ പലപ്പോഴും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാറുണ്ട്, നിലവിളിയോടെ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയോട് ചേർന്ന് കരയാറുണ്ട്, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇതിനൊന്നും കഴിയാതെ മൗനമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതും വാസ്തവമല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ളതാണെന്നുള്ളതും ഞാൻ അറിയുന്നു. എന്നാൽ എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന മൗനമായി തീരുന്നത്, അല്ലെങ്കിൽ വാക്കുകളില്ലാതെ പോകുന്നത്? ചിലപ്പോഴൊക്കെയെങ്കിലും നമ്മുടെ നിസ്സഹായത വെളിപ്പെടേണ്ടി വരുമ്പോൾ ആരും സഹായിക്കാനില്ല, ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് അറിയാതെ ഈ മൗനം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നത്. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയായി ചെയ്യുന്നത് ശബ്ദം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും ശ്രദ്ധയിൽപ്പെട്ടാൽ ദൈവത്തോട് നമ്മൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. തുടർന്ന് വായിക്കുന്ന വാക്യവും പ്രാർത്ഥനയുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 60-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുമ്പോൾ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുമ്പോൾ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മളിത് ചെയ്യാതിരിക്കരുത്. കാരണം ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും അവസരം കിട്ടാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? മുമ്പുമായി ഞാൻ പറഞ്ഞല്ലോ, നിസ്സഹായത ജീവിതത്തിൽ വെളിപ്പെട്ട് ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യചിഹ്നവുമായി ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തുടർന്നുണ്ടായ ദാരുണമായ സംഭവങ്ങളും അനേക കുടുംബങ്ങളെ അനാഥമാക്കി, അനേക കുടുംബങ്ങളിൽ പേര് പറയാൻ പോലും ആളുകളില്ലാതെ പോയി. ധാരാളം വീടുകൾ നിന്നിരുന്ന സ്ഥാനത്ത് മൺകൂനകൾ പോലുമില്ലാതെ കഴുകിക്കൊണ്ടുപോയതുപോലെ ഒരു അടയാളം പോലും ശേഷിപ്പിക്കാതെ കുറെ കല്ലുകളും മണ്ണും മാത്രം അവിടെ ആയിരിക്കുന്നു. ദുഷ്കരമായ ചുറ്റുപാടുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കണ്ടെത്തുക, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്, ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവർക്കൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ലോകത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും, സാങ്കേതികമായും ശാസ്ത്രീയമായും ഏതെല്ലാം പുരോഗതി കൈവരിച്ചുവെന്ന് അവകാശപ്പെട്ടാലും പൊടുന്നനവേ ഉണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ഇവയിൽ നിന്നൊന്നും വേഗത്തിലൊരു മോചനത്തിന് മനുഷ്യൻ്റെ കരങ്ങളിൽ യാതൊരു പരിഹാരവുമില്ല എന്ന് ഞങ്ങൾ വാസ്തവമായും അറിയുന്നു. ഇവിടുന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയപ്പോഴും, പല സ്ഥലങ്ങളിൽ പടർന്നു പിടിച്ച മറ്റു പല പകർച്ചവ്യാധികൾ ഉണ്ടായപ്പോഴുമൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. അതിൻ്റെ മേലൊക്കെ കർത്താവ് നൽകിയിരിക്കുന്ന നിയന്ത്രണത്തിനായിട്ട് സ്തോത്രം. ഏത് സ്ഥലത്തോ ഏത് രാജ്യത്തോ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിശ്ചയവുമില്ല. ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പ്രിയ അനേക സ്നേഹിതർ ദൂരങ്ങളിൽ, വിദേശങ്ങളിൽ, വിദൂരങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നു. അവിടെ എല്ലാം ദൈവിക പരിപാലനം വെളിപ്പെടുത്തി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ആ ദുരന്തമോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക കുടുംബങ്ങൾ അനാഥമായി, പേര് പറയാൻ പോലും ഒരാൾ അവശേഷിക്കാതെ കുടുംബം ആയി പൂർണ്ണമായിട്ടുമൊക്കെ പലർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന വാർത്ത ദുഃഖത്തോടെ കേൾക്കുന്നു. ഇവനോട് ശേഷിക്കുന്നവരും ആസ്പത്രിക്കിടക്കിലായിരിക്കുന്നവരുമൊക്കെ അനാഥത്വത്തിൻ്റെ വലിയൊരു സങ്കടത്തിലായിരിക്കുന്ന പലരും. കർത്താവ് അവരെ ആശ്വസിപ്പിക്കണമേ. അവർക്ക് ആവശ്യമായ സഹായം അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവനും സുരക്ഷിതത്വം പോലും മാറ്റിവെച്ചിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആർക്കും ഒരു അനർത്ഥമോ ദോഷമുണ്ടാകുവാൻ കർത്താവ് സമ്മതിക്കില്ലേ. തുടർന്ന് ആ ദേശങ്ങളിലും, ഞങ്ങളുടെ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും യാതൊരുവിധമായ ദോഷമോ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതെ അടിയങ്ങളെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വല്ല വേണ്ട നിലകളിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.
ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് ഞങ്ങൾ ക്ഷമിക്കണമേ. അനേകർക്കും വീഡിയോയിൽ നിൽപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ വിളിച്ചിരിക്കുന്ന എന്ന ബോധ്യത്തോടെ പിന്നെയും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ജീവനോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. സ്വന്തം വീടില്ല, യാതൊരു വസ്തുവകകളുമില്ല, വസ്ത്രം പോലുമില്ലാതെ കർത്താവേ അവർ കഷ്ടത്തിലായിരിക്കുന്നല്ലോ. ദൈവത്തിന് വലിയ പരിപാലനം, ദൈവത്തിന് കരം നീട്ടി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദേശത്ത് യാതൊരു വിധമായ തൊഴിൽ ദുരന്തങ്ങളും ഉണ്ടാകാതെ വണ്ണം ദൈവത്തിന് കരം നീട്ടുമാറാകണമേ. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.